എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പാലും ബ്രെഡും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നല്ല സ്വീറ്റായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡെസേർട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് ഒന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു പാലും ബ്രെഡും വെച്ചിട്ട് ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള 3 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മിൽക്ക് ബ്രെഡാണ്. ഏത് ബ്രെഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ വീറ്റ് ബ്രെഡ്, അതായത് ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ബ്രെഡ് ഉണ്ടാവില്ല, അത് എടുക്കാതിരിക്കുക. കാരണം ഇതുപോലുള്ള സ്ലൈസ്, അതായത് വൈറ്റ് ആയിട്ടുള്ള ബ്രെഡ് ആയിരിക്കും ഈ ഒരു റെസിപ്പിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക. ഇതുപോലുള്ള മിൽക്ക് ബ്രെഡൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതുപോലുള്ളൊരു അടപ്പ് വെച്ചിട്ട് ഈ ഒരു ബ്രെഡ് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കുപ്പിയുടെ ചെറിയൊരു അടപ്പാണ് കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ കുക്കീസ് കട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി ഒന്നും കൂടി ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനില്ലാത്ത കാരണം ഇതുപോലെ ചെറിയൊരു അടപ്പ് വെച്ചിട്ട് ഈ ഒരു ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണേ. ഇനി നമ്മൾ ഇത് ഏത് പാത്രത്തിലാണ് ഈ ഒരു ഡെസേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, ആ ഒരു പാത്രത്തിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ബ്രെഡ് പീസ് ഇതുപോലെ അങ്ങോട്ട് നിരത്തി വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതേ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ എല്ലാ ബ്രെഡ് പീസും ഞാൻ ഇതുപോലെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു പാത്രത്തിൽ അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ബ്രെഡ് സ്ലൈസ്, അതായത് കട്ട് ചെയ്തിട്ട് ബാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബ്രെഡിന്റെ പീസ് കളയേണ്ട ആവശ്യമില്ല. നിങ്ങളിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താലും മാത്രം മതി. അത് മറ്റെന്തെങ്കിലും റെസിപ്പിക്ക് നമുക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ ഇത് കളയേണ്ട ആവശ്യമില്ല. ഞാനത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് പാനിലിട്ട് ഒന്ന് വറുത്തെടുത്ത് ഒരു കണ്ടെയ്നറിലൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെക്കുക കേട്ടോ. നമുക്ക് എത്ര കാലം വേണമെന്നുണ്ടെങ്കിലും ബ്രെഡ് ക്രംസ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ അത് നമുക്ക് അങ്ങ് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പാലിന്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പൊ പാലിന്റെ മിക്സ് റെഡിയാക്കി എടുക്കുന്നതിന് മുന്നേ ഈ ഒരു സ്റ്റെപ്പ് ആദ്യമേ അങ്ങ് ചെയ്ത് വെച്ചേക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ പാലിന്റെ മിക്സ് റെഡിയാക്കി കഴിഞ്ഞാൽ ആ ഒരു പാലിന്റെ മിക്സ് ചൂടോടുകൂടി തന്നെ വേണം നമ്മൾ ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് ആദ്യം റെഡിയാക്കി വെച്ചിട്ട് അങ്ങ് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇതെന്തായാലും നമുക്ക് അങ്ങ് മാറ്റി വെച്ചേക്കാം. ഇനി ഇതുപോലുള്ളൊരു പാനിലോട്ട് 1 കപ്പ് അളവിൽ പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ നിറയെ പാല് നമുക്ക് ഈ ഒരു പാനിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കാം. ഇനി ഈ ഒരു പാലിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു പാലിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇതിലോട്ട് അങ്ങനെ ഇട്ട് കൊടുത്തേക്കാം. ഈ ഒരു പാല് അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇനി ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു പാല് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയിട്ടെടുക്കണം കേട്ടോ. ഈ ഒരു പാല് ഇപ്പൊ നമ്മൾ 1 കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം ഈ ഒരു പാല് നമുക്ക് 1/2 കപ്പാക്കിയിട്ട് മാറ്റിയിട്ടെടുക്കണം. പിന്നെ ഈ ഒരു മിക്സിലോട്ട് മിൽക്ക് മേഡൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും മിൽക്ക് മേഡും പപ്പാതെ അളവിൽ വെച്ചിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാല് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയിട്ട് എടുക്കാം. പിന്നെ ഇതുപോലെ സൈഡിൽ വരുന്ന ഈ പാലിന്റെ ഈ ഒരു മിക്സ് ഒക്കെ സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഒരു പാലിലോട്ട് തന്നെ ആക്കി കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഈ ഒരു മിക്സിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അപ്പൊ നന്നായിട്ട് ഞാനിതൊന്ന് കുറുക്കി എടുക്കട്ടെ. കണ്ടില്ലേ, ഈ ഒരു പാല് കംപ്ലീറ്റ് ആയിട്ട് നേരെ പകുതിയാക്കി ഞാനൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പാലിന്റെ ചെറിയ ചെറിയ ഇതുപോലുള്ള കട്ടകളൊക്കെ ഉണ്ടാവും. അതൊക്കെ വീണ്ടും പാലിലോട്ട് തന്നെ ആക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തെടുക്കാം. കറക്റ്റ് ഇത് ഇച്ചിരി ഒന്ന് കട്ടിയായി ഈ ഒരു പരുവത്തിലായിട്ട് വരും കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് പതുക്കെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം.
ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ബ്രെഡിലോട്ട് നമ്മുടെ ഈ ഒരു പാലിന്റെ മിക്സ് ചൂടോടുകൂടി തന്നെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്തേക്കാം കേട്ടോ. എല്ലാ ബ്രെഡും കംപ്ലീറ്റ് ആയിട്ട് കവർ ആവുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ചൂടുള്ള പാല് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പാലിന്റെ ടേസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു പാല് കറക്റ്റായിട്ട് കുറുകി നമ്മൾ പാൽപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തത് കൊണ്ട് കാരണം എന്നാന്ന് തോന്നുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കറക്റ്റായിട്ട് ആ ഒരു മിൽക്ക് മെയ്ഡിന്റെ ടേസ്റ്റാണ് വരുന്നത്. പിന്നെ നമ്മൾ പാല് ഇതുപോലെ കുറുക്കി എടുക്കുന്ന സമയത്ത് മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എൻ്റെ അടുത്ത് അത് ഇല്ലാതായിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പാല് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ഒരു ബ്രെഡിൽ കോട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ പാല് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിന്റെ നോർമൽ റാക്കിൽ ഒരു അരമണിക്കൂർ ഒന്ന് തണുപ്പിക്കാനായിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇത് ഒരു അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചപ്പോഴേക്കും ആ ഒരു ബ്രെഡൊക്കെ നന്നായിട്ട് പാലിൽ കോട്ടായി നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒന്നും കൂടി തണുപ്പിച്ച് കഴിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ നോർമൽ റാക്കിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് എടുത്തത്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ബദാം ഒന്ന് ക്രഷ് ചെയ്തതും അതേപോലെ കുറച്ച് കുങ്കുമപ്പൂവും ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഇല്ലാതെ പ്ലെയിനായിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി കുങ്കുമപ്പൂ ഇല്ലെങ്കിലും ബദാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അത് ഓപ്ഷനിലാണ്. കാരണം അത് കൂട്ടി കഴിക്കുമ്പോൾ ചെറുതായിട്ട് അതൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സ്വീറ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മറക്കാതെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോഴല്ലേ എനിക്കറിയാൻ പറ്റും നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് കൂടുതൽ താല്പര്യമുള്ളത്, എങ്ങനത്തെ വീഡിയോ ആണ് ഇഷ്ടമുള്ളതെന്നൊക്കെ. അപ്പോൾ എല്ലാവരും കാണുന്ന എല്ലാവരും മറക്കാതെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യും കേട്ടോ. അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.